കോഴിക്കോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. പുതുപ്പാടി ചിപ്പിലത്തോട് കോൺവെന്റ് പരിസരത്താണ് സംഭവം. ചുറ്റും സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് വല കൊണ്ടുള്ള വേലി തകർത്താണ് കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലത്തോട് കോൺവെന്റ് പരിസരത്തെ കൃഷിയിടത്തിലേക്ക് കാട്ടാന ഇറങ്ങിയത്. കുളത്തിങ്കൽ ജോജിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കയറിയ കാട്ടാന 150 റബ്ബർ തൈകൾ നശിപ്പിച്ചു. പിന്നാലെ ബെന്നി പടിക്കലിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെത്തി 5 തെങ്ങുകളും നശിപ്പിച്ചു. ഇടയൻകുന്നേൽ രാജു, സലിൻ, പുള്ളാശ്ശേരി സണ്ണി, ജെയ്സൺ എന്നിവരുടെ വീട്ടുമുറ്റത്തും കാട്ടാന എത്തിയിരുന്നു. പ്രദേശത്ത് വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ വരെ കാട്ടാന ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യം രൂക്ഷമായിട്ടും MLA അടക്കമുള്ള ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒന്നും ഇതുവരെ ശരിയായി കാണുന്നില്ല. അന്നത്തെ പകലിലല്ലാണ്ട് പിന്നെ പ്രവർത്തികളൊന്നും വരുന്നില്ല. അത് വളരെ പ്രശ്നമാണ്. ഇപ്രാവശ്യം ഇതുവരെ ആരും ജനപ്രതിനിധികളോ ആരും ഈ ഭാഗത്ത് ഒരു അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ഹൈവേയിലേക്ക് ആന വരാൻ വലിയ താമസമൊന്നുമില്ല. ഈ സമയം ഹൈവേയിൽ ആന ഇറങ്ങുന്ന അവസ്ഥയിലാണ് വരുന്നത്. ഇങ്ങനെ എന്താ ചെയ്യുന്നതിനെ പറ്റി ഒരു അറിയില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് കൃത്യമായിട്ട് അറിയിക്കാനുള്ളത്. ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്ന കാട്ടാനയെ തുരത്താനായി പടക്കം പൊട്ടിച്ചാലും ശബ്ദമുണ്ടാക്കിയാലും ഫലമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ സ്ഥലം MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കാട്ടാന ശല്യം തടയാനായി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷവും കാട്ടാന ശല്യം തുടരുന്നതോടെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.